തന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് ഈശോയായ സ്നേഹമുള്ള സഹോദരങ്ങളെ, സ്നാപകന്റെ ജനനം. സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ ലഭിച്ച മകനാണ് യോഹന്നാൻ. ദൈവത്തിന്റെ പ്രത്യേകമായ അരുളപ്പാടനുസരിച്ച് ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപക്കാഴ്ച നടത്തുന്ന അവസരത്തിലുണ്ടായ ദർശനം സാഫല്യമായി തീരുകയാണ്. ഇവിടെ സ്നാപകന്റെ ജനനത്തിൽ എല്ലാവരും സന്തോഷിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 2-7 വചനങ്ങളിൽ സാംസന്റെ ജനനത്തെ പറ്റി പറയുന്നു. പഴയ നിയമത്തില് ശക്തനായ സാംസൺ, ഫിലിസ്ത്യരുമായ യുദ്ധത്തിൽ യഹൂദന്മാർക്ക് നേതൃത്വം നൽകിയ സാംസൺ അപാര ശക്തിയുള്ള വ്യക്തിയായിരുന്നു. മനോവയുടെ ഭാര്യയ്ക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ട്, നീ ഗർഭധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ സൂക്ഷിക്കണം, വീഞ്ഞുമുള്ള പാനീയമോ കുടിക്കരുത്, അവൻ സാംസൺ ജനനം മുതൽ നാസ്യവ്രതക്കാരനായിരിക്കും, തലയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല. ഈ നാസ്യവ്രതം എന്ന് പറയുന്നത് തലമുടി ഒരിക്കലും വെട്ടുകയില്ല. അങ്ങനെയുള്ള വ്രതം, സാംസന്റെ ശക്തിയുടെ കേന്ദ്രം ഈ നാസ്യവ്രതമായിരുന്നു. സാംസൺ വലുതായിട്ട് ശക്തനായി കഴിഞ്ഞപ്പോൾ തന്റെ സ്നേഹിതയായിട്ടുണ്ടായിരുന്ന ഫിലിസ്ത്യക്കാരിയാണ് ദലീല. അവളുടെ പ്രേരണയനുസരിച്ച് സാംസൺ തന്റെ ശക്തിയുടെ രഹസ്യം ഉറവിടം പറഞ്ഞു കൊടുത്തു. നാസീവ്രതമാണ് തലമുടി. അത് മനസ്സിലാക്കി അവള് സാംസൺ ഒരുക്കണ്ടപ്പോൾ തലമുടി കട്ടി. എങ്കിലും സാംസൺ ശക്തിമാനായിരുന്നു. എതിരാളികളെ വലിയ ഒരു കൂടാരം തല്ലി വീഴ്ത്തി അങ്ങനെ എതിരാളികൾക്ക് പേര് പരലോകത്തേക്ക് പോയി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ സാംസനെ പറ്റി പറയുന്ന ഭാഗത്ത് ചിത്രീകരിക്കുന്നുണ്ട്. സാംസന്റെ ശക്തി അതായിരുന്നു. എഫേസ്യർക്കുള്ള ലേഖനം 3-ാം അധ്യായം 1-17 വാക്യങ്ങളിൽ, ദൈവത്തിന്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷനായി, പൗലോസ്ലീഹ പറയുകയാണ്, ദൈവത്തിന്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് കൃപാവരം നൽകപ്പെട്ടത്. അപ്പോൾ ദൈവിക ശക്തിയാൽ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായിട്ട്, ദൈവത്തിന്റെ കൃപാവരത്താലാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ സ്വന്തം ശക്തിയാലല്ല, ദൈവത്തിന്റെ കൃപയാലാണ്, ദൈവത്തിന്റെ വിളിയാലാണ്, ദൈവം ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് മിശിഹായുടെ സുവിശേഷത്തിന് ശക്തമായ സാക്ഷ്യം നൽകാൻ യോഹന്നാന് കഴിഞ്ഞത് എന്നിവിടെ രേഖപ്പെടുത്തുകയാണ്. ലൂക്കാ 1:57-66 സ്നാപകൻ ജനനത്തെ പറ്റി പറയുന്നത് പരിച്ഛേദനം, നാമകരണ ഈ ഭാഗങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സക്കറിയയുടെ പ്രവചനഗീതം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എലിസബത്ത് ഒരു പുത്രനെ പ്രസവിച്ചു. ഒരു കുട്ടിയുടെ ജനനം സാധാരണ രീതിയിൽ സന്തോഷത്തിന്റെ അവസരമാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചുകൂടി കൊച്ചിനെന്താ നാമധേയം ചെയ്യേണ്ടത്? അപ്പോൾ ചിലര് പറഞ്ഞു, പിതാവിന്റെ പേര് തന്നെ കൊടുക്കാം, സക്കറിയ എന്നുള്ള പേര്. എന്നാലും ഭാര്യ പറഞ്ഞു, യോഹന്നാൻ എന്ന പേരാണ് കൊടുക്കേണ്ടത്. ഇതാണ് സക്കറിയ പറഞ്ഞത്. അങ്ങനെയാ സക്കറിയയിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ സക്കറിയയുടെ ആംഗ്യം കാണിച്ച് ചോദിച്ചു. സക്കറിയ ആവശ്യപ്പെട്ടു, ആംഗ്യത്തിൽ തന്നെ ഒരു കൽപ്പലക എഴുതാൻ വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞത്. യോഹന്നാൻ എന്ന് എഴുതി. അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു. യോഹന്നാൻ ചേതനാചാരം ചെയ്യുന്ന അവസരത്തിലാണ് നാമകരണം ചെയ്യുന്നത്. അങ്ങനെ യോഹന്നാൻ എന്ന്
പേര് നൽകി ചേതനാചാരം നടത്തുകയാണ്. 8-ാം ദിവസം ചേതനാചാരം നടത്തണം. ഈ ആദിമ സഭയില് ആദ്യമായിട്ടുള്ള കൂടുതലും ആദ്യം ക്രൈസ്തവരായത് യഹൂദന്മാരാണ്, യഹൂദ ക്രൈസ്തവര്. അപ്പോൾ യഹൂദ ക്രൈസ്തവര് യഹൂദാചാരങ്ങള് അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഉള്ള ഒരു പ്രേരണയുണ്ടായിരുന്നു. യഹൂദരായിരുന്ന മതത്തിൽ നിന്ന് വന്ന അപ്പോസ്തലന്മാരും ഒക്കെ അതിന് പിന്തുണ നൽകുന്ന ഒരു അവസരം. എന്നാൽ വിജാതിയുടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, രക്ഷ യേശു വഴിയായിട്ടാണ്, യേശുവിലുള്ള ജ്ഞാനസ്നാനം വഴിയായിട്ടാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. അതാണ് ക്രൈസ്തവ ഇനീഷ്യേഷൻ സെറമണി. അതുവഴിയായിട്ടാണ്, മാമോദിസ വഴിയാണ് ഒരാൾ ക്രിസ്ത്യാനി യേശുവിലുള്ള വിശ്വാസം വഴി സ്നാനം സ്വീകരിക്കുമ്പോൾ. അതുകൊണ്ട് ചേതനാചാരം, യഹൂദമതത്തിന്റെ ചേതനാചാരം വിശ്വാസത്തിലേക്ക് വരുന്ന യഹൂദരല്ലാത്ത ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല. ജെറുസലേം കൗൺസിലാണ് ഈ തീരുമാനമെടുത്തത്. കാരണം ദൈവത്തിന്റെ അരുവിയും ശക്തിയും ഒക്കെ യഹൂദ ക്രൈസ്തവർക്ക് മാത്രമല്ല വിജാതീയരായിട്ടുള്ള ആളുകളിൽ നിന്നും വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർക്ക് ലഭിക്കുന്നുണ്ട്. പത്രോസിന്റെ ദർശനത്തെ പറ്റി നടപടി പുസ്തകത്തിൽ പറയുന്നു. പത്രോസ് ഇങ്ങനെ ഉറങ്ങി പോകുമ്പോൾ ഒരു സ്വപ്നത്തിലൊരു ദർശനം ഉണ്ടായി. ഒരു വലിയ കുട്ട ആകാശത്തു നിന്ന് ഇറക്കപ്പെടുകയാണ്. ആ കുട്ടയില് ഭൂമിയിലെ എല്ലാവിധ ജീവികളും ഉണ്ട്, പാമ്പും ഇങ്ങനെയുള്ള ജീവികളും എല്ലാം ഉണ്ട്, മൃഗങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെ കൊന്നു ഭക്ഷിക്കുക. പിന്നെ പത്രോസ്ലീഹ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ഇത് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവര് യഹൂദന്മാര് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ജാതിയിലും സംസ്കാരത്തിലും നിറത്തിലും ഒക്കെ ആളുകൾ അവിടെ രക്ഷിക്കാനായിട്ടാണ് യേശു വന്നത്. എല്ലാവരെയും സ്വീകരിക്കണം. മാമോദിസ നൽകി. അത് കഴിഞ്ഞ് കൊർന്നേലിയസ് എന്നുള്ള വിദ്യാർത്ഥി പിന്നീട് വന്നപ്പോൾ കൊർന്നേലിയസിനെയും പട്ടാളക്കാരനായ കൊർന്നേലിയസിനെയും കുടുംബത്തെയൊക്കെ വിശ്വാസത്തിലേക്ക് മാമോദിസ നൽകി പത്രോസ് സ്വീകരിക്കുന്ന രംഗം നടപടി പുസ്തകത്തിൽ വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം അബ്രാഹവുമായിട്ട് ചെയ്ത ഉടമ്പടി എന്റെ അടയാളമാണ് ഈ പരിച്ഛേദന എന്ന് പറയുന്നത്. അപ്പോൾ ദൈവജനത്തിന്റെ ദൈവം അബ്രാഹത്തെ വിളിക്കുകയാണ്. ഒരു വലിയ ജനതയുടെ പിതാവാക്കുമെന്ന് അബ്രാഹത്തോട് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അടയാളം, ദൈവജനമായതിന്റെ അടയാളമായിരുന്നു ചേതനാചാരം. അത് ചെയ്യാനായിട്ടല്ല ഇസ്രായേൽക്കാർക്കും കടമയുണ്ടായിരുന്നു. അതായിരുന്നു വിശ്വാസത്തിലേക്ക്, യഹൂദ വിശ്വാസത്തിലേക്കുള്ള കടന്നു വരുന്നതിന്റെ അടയാളം. പഴയ ഉടമ്പടിയുടെ അടയാളമാണ് പുതിയ ഉടമ്പടിയുടെ അടയാളം. ബാപ്റ്റിസമാണ്, മാമോദിസയാണെന്ന് നാമകരണം ചെയ്തു. യോഹന്നാൻ എന്ന പേരാണ് കൊടുത്തത്. യാഹ്വേ ഹന്നാൻ, അതാണ് യോഹന്നാൻ എന്ന് പറഞ്ഞാല്. യാഹ്വേ കൃപ നൽകി, ദൈവം കൃപ നൽകി. യഹോവ എന്നുള്ള പാദം ഉപയോഗിക്കാറില്ല. കാരണം ദൈവത്തിന്റെ പേരുച്ചരിക്കാനായി യഹൂദന്മാർക്ക് കഴിയുമായിരുന്നില്ല. കാരണം ദൈവം പരമപരിശുദ്ധനാണ്. ദൈവത്തിന്റെ വാക്ക് അങ്ങനെ ഒരു പദം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് യാഹ്വേ എന്നുള്ള, യഹോവ ഉച്ചരിക്കാറില്ല, യാഹ്വേ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഉപയോഗിച്ചൊരു പദമുണ്ട്, അഡോണായി. അപ്പൊ കൃപാലുവായ യാഹ്വേ, അതാണ് യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം. കൃപാലുവായ യാഹ്വേ, യാഹ്വേ ഹന്നാൻ, യാഹ്വേ കൃപ നൽകി. ദൈവം കൃപാലുവാകുന്നു. സ്നാപയോഹന്നാൻ ലോകത്തിലൂടെ കൃപയുടെ അടയാളവും വഴികാട്ടിയുമാണ്. യേശുവിന്റെ മുന്നോടിയായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് സ്നാപയോഹന്നാൻ. ദൈവദൂതനോട് സക്കറിയ അടയാളം ചോദിച്ചു വാങ്ങിയതാണ്. അതുകൊണ്ടാണ് ഊമനായി പോയത്. വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഊമനായിപ്പോയി. പലകയിൽ യോഹന്നാൻ എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് സംസാരശേഷി തിരിച്ചു കിട്ടിയത് എന്നാണ് ലൂക്കാ സുവിശേഷം വിശദീകരിക്കുന്നത്.
സക്രിയയുടെ കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് ഒരു രക്ഷകനെ നൽകി അനുഗ്രഹിച്ച ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു രക്ഷകനെ മനുഷ്യ രക്ഷയ്ക്കായിട്ട് നൽകി അനുഗ്രഹിച്ച ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടാം ഭാഗത്ത് അത്യുന്നതന്റെ പ്രവാചകന്റെ ദൗത്യത്തെ പറ്റി കർത്താവിന് വഴിയൊരുക്കുക. സ്നാപകന്റെ ദൗത്യം രക്ഷകനായ യേശുവിന് മുന്നോടിയായിട്ട് വന്നു വഴിയൊരുക്കുന്ന സവിശേഷമായ ദൗത്യമായിരുന്നു. രണ്ടാമതായിട്ട് പാപമോചനം വഴി ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് ജനത്തിന് അറിവ് നൽകുക. അതാണ് രണ്ടാം ഭാഗത്ത് പറയുന്നത്. പാപാന്തകാലത്ത് കഴിയുന്ന ജനതയ്ക്ക് മാനസാന്തരം വഴി പ്രകാശത്തിലേക്ക് ജനതയെ നയിക്കുക. അതും സ്നാപകം. അപ്പോൾ യേശുവിലേക്ക് നയിക്കുക. യേശുവാണ് ലോകത്തിന്റെ പ്രകാശമായിട്ട് വരുന്നത്. യേശുവിലേക്ക് ജനതയെ ഒരുക്കാനും വളർത്താനും നയിക്കാനും വേണ്ടി സവിശേഷമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട യേശുവിന്റെ മുന്നോടിയാണ് സ്നാപകനെന്ന് നമുക്കറിയാം. സമാധാനത്തിന്റെ മാർഗത്തിൽ ജനത്തെ നയിക്കുക. ശിശു വളർന്ന് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ചു എന്ന് ലൂക്കാസ് സുവിശേഷകന്റെ കപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഓരോ ശിശുവും ദൈവത്തിന്റെ കരുണയുടെ കരുതലിന്റെ പ്രകടനമാണ്. ഇപ്പൊ ജീവന്റെ മേഖല ദൈവത്തിന്റെ മേഖലയാണ്. അപ്പോൾ ഉദരത്തിലുള്ള ശിശുവിനെ കൊല്ലുന്നത് അത് ഹത്യയാണ്, കൊലപാതകമാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. സഭയുടെ പഠനം ഇതാണ്. ഫ്രം ദ വെരി ഇൻസെപ്ഷൻ ഓഫ് ലൈഫ്, ജീവന്റെ ആരംഭം മുതൽ ജീവൻ പരിശുദ്ധമായതുകൊണ്ട് ഉദരത്തിലുള്ള ശിശുവിനെ കൊല്ലാൻ പാടില്ല, ക്രൂരത്വം ചെയ്യാൻ പാടില്ല എന്നാണ് സഭ എന്നും പഠിപ്പിക്കുന്നത്. എക്കാലത്തും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ജീവനെ നശിപ്പിച്ചാൽ അത് കൊലപാതകമായിട്ടും മാരകമായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ്, പാപമായിട്ടാണ് സഭയും മാർപ്പാപ്പന്മാരും ഒക്കെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്. ഓരോ ശിശു ദൈവത്തിന്റെ കരുണയും കരുതലിന്റെ പ്രകടനമാണ്. ഒരു കുടുംബത്തില് ജോലിക്കാരനായ പിതാവ്, വടക്കേ ഇന്ത്യയിൽ കണ്ട ജോലിയാണ്, നാട്ടിൽ ജോലിയുള്ള ഭാര്യ, മൂന്നാമതൊരു കുട്ടി ഉദരത്തിൽ ജനിച്ചപ്പോൾ ഭർത്താവിനോട് എഴുത്തെഴുതി ചോദിച്ചു, എന്താ എഴുത്തെഴുതി ഈ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഗുണത്തില്ല. പക്ഷെ ഇവൾക്ക് മനസ്സ് വന്നില്ല. ആ കൊച്ചിനെ നശിപ്പിക്കാനായിട്ട് മനസ്സ് വന്നില്ല. അവൾ അതിനെ ഭ്രൂണഹത്യ ചെയ്തില്ല, അതിനെ വളർത്തി. ഭർത്താവ് കുറെ കാലം ഇഷ്ടപ്പെട്ടിരിക്കലും കൊച്ചു വളർന്ന മനോഹരനായൊരു ആൺകുട്ടിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭർത്താവ് അതെല്ലാം മറന്നു ആ ശിശുവിനെ, കുട്ടിയെ സ്വീകരിക്കുക. അതിന് ജീവൻ ലഭിച്ചത് അമ്മ അതിനെ നശിപ്പിക്കാനുള്ളതാണ്. പേരിന് അർത്ഥമുണ്ട്. അതൊരു സ്വപ്നമാണ്. കുട്ടി ആരായി തീരുമെന്നതിന്റെ അടയാളമാണ്. അപ്പൊ നമുക്ക് തോന്നിയാസം കൊടുക്കുകയല്ല, വിശുദ്ധരുടെയോ ഏതെങ്കിലും അങ്ങനെ നല്ല അർത്ഥമുള്ള പേര് കൊടുക്കുക. കാരണം കൊച്ചു അത് ആരായി തീരണം, നന്മയിൽ നിറഞ്ഞവനായി തീരണം എന്നുള്ളതാണ്. നമ്മൾ രക്ഷകന് വഴിയൊരുക്കേണ്ടവരാണ്. മംഗളവാർത്താകാലം രക്ഷകന്റെ വരവിനായിട്ട് രക്ഷകനെ സ്വീകരിക്കാൻ വിടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഈശോയുടെ പ്രവൃത്തിരുതാനോ അടുത്ത ഒരുക്കമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ നന്മയുടെ വഴികളിലൂടെ നയിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കുറവുകൾ, തെറ്റുകൾ, അതിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അവയെ പരാജയപ്പെടുത്താം. മൂന്നാമതായിട്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടെങ്കിൽ കുടുംബം ഇമ്പമായിട്ട് പോകേണ്ടതാണ്. പ്രതിസന്ധികളെയെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് നസ്സസിലെ കുടുംബം മുമ്പോട്ട് നീങ്ങിയത്. അതുപോലെ പ്രതിസന്ധികളിലെ പ്രാർത്ഥന വഴിയായിട്ടും ദൈവത്തോട് ഉപദേശം ചോദിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുന്നവരാണ് നല്ല മനുഷ്യര്. നിങ്ങൾക്ക് കുടുംബം ഇന്ന് നിലവിലുള്ളത് നിങ്ങൾ അങ്ങനെ പരിഹരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ക്ഷമിക്കുന്നവരും വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണ്. അപ്പോൾ അതില് അങ്ങനെ നന്മയുടെ ജീവിത
കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. കുടുംബത്തെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, അവരെ നന്മയിൽ വളർത്തണം. ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള ഒരു കടമയും ദൗത്യവുമാണെന്നുള്ള ചിന്ത മാതാപിതാക്കന്മാർ എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് അനുഗ്രഹമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.